നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 1-ാം തീയതി 1199 ആണ്ട് മിഥുന മാസം 17-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. നമുക്ക് അവധിയൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോവേണ്ട ദിവസമാണ്. ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങേണ്ട ദിവസമാണ്. ഇത് നക്ഷത്രം വന്നിരിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമല്ല. അപ്പോൾ നക്ഷത്രം അത്ര കണ്ട് ശുഭപ്രദമായ നക്ഷത്രമല്ല ഇന്ന്. എന്നാലും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാവുന്ന ദിവസം നല്ല ദിവസമാണ് തിങ്കളാഴ്ച. ആഴ്ച നല്ല ദിവസമാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഓരോ കാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. അതിലും ശുഭമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ അതുപോലെ സുപ്രധാനമായിട്ടുള്ള വല്ല കാര്യങ്ങളാണെങ്കിൽ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ബർത്ത്ഡേയിലൂടെ ചിന്തിക്കുകയാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഭരണി നക്ഷത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഭരണി നക്ഷത്രം തിങ്കളാഴ്ചയായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ചന്ദ്രൻ്റെ ദിവസമായ ഇന്ന് ബർത്ത്ഡേ വന്നതുകൊണ്ട് നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അല്ലെങ്കിൽ വീട് വാങ്ങാനോ പുതുക്കി പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് ഫലവത്താവുന്ന വർഷം തന്നെയാണ്. അതുപോലെ വാഹനം വാങ്ങണമെന്നോ അല്ലെങ്കിൽ വാഹനം പുതുക്കി വേറെ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലപ്രദമായിരിക്കും. പൊതുവേ സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ വന്നു ചേരും. വീട്, വാഹനം, അതുപോലെ സന്തോഷപ്രദമായ അവസ്ഥകൾ ഒക്കെ വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അതിന് സംശയം വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിജയിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഫലങ്ങളൊന്ന് ഡിലേ ആവാതിരിക്കാൻ വേണ്ടി ദേവീ പ്രീതി വരുത്തണം. ദേവീക്ഷേത്രത്തിൽ പോവുകയും ദേവിക്ക് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഒക്കെ നടത്തിപ്പോണം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെയ്തു പോകണം, നന്നായിരിക്കും. അപ്പോൾ തിങ്കൾ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസമായതുകൊണ്ട് എല്ലാ മാസവും പൗർണമി വ്രതം നോക്കി പോകുന്നതും ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കാൻ സഹായിക്കും. ഇതെല്ലാം നമ്മളുടെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഉള്ളതാണ്. അതുപോലെ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് ഓരോ കാര്യത്തിൽ പോവേണ്ട ദിവസമാണ്. ഇപ്പോൾ രാവിലെ പോകുമ്പോൾ രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. രാവുകാലം 7:30 മണി മുതൽ 9 മണി വരെയാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്ന രാവുകാല സമയം. പക്ഷേ 7:30 മണിക്ക് രാവുകാലം ആരംഭിക്കുകയില്ല. 7:45 തൊട്ട് രാവുകാലം തുടങ്ങുകയുള്ളൂ. 9:15 വരെ രാവുകാല സമയം ഉണ്ട് താനും. അപ്പോൾ നമുക്ക് രാവുകാലം നോക്കുമ്പോൾ നമ്മൾ 7:09 ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 7:45 തൊട്ട് തുടങ്ങുകയുള്ളൂ. 9:15 കഴിഞ്ഞിട്ട് രാവുകാലം തീരുകയുള്ളൂ. ഇപ്പോൾ 9:15 ശേഷമോ 7:45 മുമ്പോ യാത്ര തിരിക്കുക. അതേപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയവും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 12:04 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും. 12:52 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. 12:04 തൊട്ട് 12:52 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം കൊള്ളൂല എങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. യമകണ്ഠകാലവും ഗുളികകാലവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 2:03 തൊട്ട് 3:37 വരെയും 2:03 തൊട്ട് 3:37 വരെയും. യമകണ്ഠകാല സമയം വരുന്നത്
10 മണി 54 മിനിറ്റ് തൊട്ട് ആരംഭിക്കും. 12 മണി 26 മിനിറ്റ് വരെ യമകണ്ഠകാല സമയവും. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. പ്രധാനമായിട്ട് വൈറ്റ് കളറിലുള്ള വെള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് തൂവെള്ള വസ്ത്രം ധരിച്ച് പോക്ക് നടക്കുകയില്ല. അപ്പോൾ നമുക്ക് നമ്മളെ വസ്ത്രത്തിൽ വെളുത്ത കളറും കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ വെള്ള കളറും കൂടി ഉൾപ്പെടുത്തുക. അത് നമുക്ക് വെളുത്ത വസ്ത്രം കരുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും, വെളുത്ത കളറിലുള്ള ഒരു കർച്ചീപ്പെങ്കിലും കയ്യിലെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മുഖം തുടയ്ക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ വെളുപ്പിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.